നമസ്തേ. ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. ഇന്ന് മുതലിയാർ മഠത്തിൻ്റെ മറ്റൊരു വിശേഷമാണ് ഞാൻ ഇതിനകത്തൂടെ പറയുന്നത്. നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു, ഇവിടെ സന്താന ദുഃഖങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ്. അതൊന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഒരു കഥയായിട്ട് പറയാം. ഒരിക്കൽ പാലാഴിവാസനായ മഹാവിഷ്ണുവിന് ശ്രീഹരിക്ക് തൻ്റെ നരനാരായണന്മാരായിട്ടുള്ള അവതാരത്തെ ഒരുമിച്ച് കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതേ സമയത്ത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ വിജയിച്ച് രാജാധികാരമൊക്കെ ആയിട്ട് പാണ്ഡവർ വസിക്കുന്ന കാലമാണ്. അർജുനൻ്റെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം. തൻ്റെ കഴിവ് കൊണ്ടാണ് ഈ രാജ്യത്ത് ശ്രേയസ്സായിട്ടിരിക്കണമെന്നും ഈ രാജ്യം എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കണമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് അത് തിരിച്ചറിഞ്ഞു, മനസ്സിലായി. നമുക്ക് എപ്പോഴൊക്കെ ഉള്ളിൽ ചെറിയ അഹങ്കാരം ഉണ്ടാവുന്നുവോ അപ്പോഴെല്ലാം ഭഗവാനത് അറിയുകയും നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്യും. അഹങ്കരിച്ചിരിക്കുന്ന സമയത്ത് ആ ഹസ്തിനപുരിയിലെ ഒരു ബ്രാഹ്മണനും പത്നിക്കും ഉണ്ടായിട്ടുള്ള 8 സന്താനങ്ങളും മരിച്ചുപോയി. ഉടനെ അവർ ഇങ്ങനെ അനുഭവം ഉണ്ടായ ഉടനെ അവർ ഹസ്തിനപുരിയിൽ വന്ന് പറഞ്ഞു. അത് അർജുനൻ ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് അവർ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിങ്ങനെ 8 കുട്ടികളുണ്ടായി, എല്ലാം മരിച്ചു പോകണു, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന്. കേട്ട ഉടനെ അർജുനൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം, പരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ബ്രാഹ്മണന് സന്തോഷമായി, പത്നിക്ക് സന്തോഷമായി. അവർ തിരിച്ചുപോയി, അടുത്ത ഗർഭം ധരിച്ചു. അർജുനൻ അവിടെ കാവൽ നിന്നു അവരുടെ ഗൃഹത്തിന്. പക്ഷേ ആ കുട്ടിയും മരിച്ചുപോയി. ആ കുട്ടി മരിച്ചോട് ബ്രാഹ്മണൻ കോപകുലനായ ദേഷ്യം വന്നു. അർജുനനെ കുറ്റപ്പെടുത്തി, ചീത്ത വിളിച്ചു. നിങ്ങൾ വന്ന് ശരിയാക്കും, ഇത് പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഹാരം ഉണ്ടായില്ലല്ലോ, എന്താപ്പോ? അർജുനൻ പറഞ്ഞു, തെറ്റുപറ്റി, അതിനകത്ത് എൻ്റെ അശ്രദ്ധ എന്തോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത ഗർഭം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അതിനെ നിങ്ങളെ രക്ഷിക്കും എന്ന് അർജുനൻ വാക്കു കൊടുത്തു. ഇല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും, അതാണ് ശബ്ദം. ആ 10ാമത്തെ കുട്ടി ഉണ്ടായി. പക്ഷേ അർജുനൻ അവരുടെ ബ്രാഹ്മണ ഗൃഹത്തിന് മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട്, ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ഒരു കവചം തീർത്തു. ആ കവചം കൊണ്ട് തീർത്ത് അതിന് മുമ്പിൽ അർജുനൻ തന്നെ ആ ആയുധവും ധരിച്ച് അവിടെ മുമ്പിൽ വന്നിരുന്നു. പക്ഷെ ആ കുട്ടി ഉണ്ടായിട്ടോ ദേഹത്തോടു കൂടി കാണാണ്ടായി. ഇതുവരെ കുട്ടിയുടെ ദേഹം കിട്ടി. ബ്രാഹ്മണൻ വിലപിക്കാൻ തുടങ്ങി. ഇതുവരെ കുട്ടികളുടെ ദേഹമെങ്കിലും കാണുമായിരുന്നു, ഇപ്പോൾ ഇത് അതുകൂടി ഇല്ല, നീ വന്നേ പിന്നെ അതുകൂടി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ് അർജുനനെ ശകാരിച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി, സങ്കടത്തോടുകൂടി ഇറങ്ങി യമലോകത്തിൽ പോയി, സ്വർഗ്ഗലോകത്തിൽ പോയി. അർജുനന് എല്ലാ സ്ഥലത്തും പോകാനുള്ള കഴിവുണ്ട്. അദ്ദേഹം എല്ലാ ദിക്കിലും പോയി, എല്ലാ ദിക്കിലും അന്വേഷിച്ചിട്ട് പോലും അവിടെ യമലോകത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, ആ കുട്ടിയുടെ ആയുസ് ആയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇല്ല, എവിടെയാ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ അർജുനൻ തിരിച്ചു വന്നു, ചിതയൊരുക്കി, ആത്മഹത്യ മരിക്കാം, ഞാൻ അഗ്നിയിൽ ചാടുന്നു പറഞ്ഞല്ലോ. ചിതയൊക്കെ ഒരുക്കുക, ചിത ഇങ്ങനെ ആളിക്കത്തി അതിലിങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് അർജുനൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കൃഷ്ണൻ വന്ന് കയ്യങ്ങ് പിടിച്ചു. നമുക്ക് എത്രയൊക്കെ അഹങ്കാരങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആപത്ത് ചാടുമ്പോൾ കണ്ണൻ വന്ന് നമ്മുടെ കൈ പിടിക്കും, കൂടെ നടക്കും. കൂട്ടുകാരനെ പോലെയാണ് നടക്കുക. രക്ഷിതാവാണ്, പക്ഷേ കൂട്ടുകാരനെ പോലെ, സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ
കൈ പിടിച്ചു, വാ നമുക്കൊന്ന് നോക്കാം, അന്വേഷിച്ച് നോക്കാം, ഞാനും കൂടെ കൂടാം. അർജുനൻ കൃഷ്ണൻ്റെ സ്പർശനം കൊണ്ട് തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. കൃഷ്ണൻ്റെ സാന്നിധ്യം മതി നമുക്ക് സന്തോഷമാവാൻ. ഉടനെ അർജുനൻ കൃഷ്ണൻ്റെ കൂടെ പോയി തേരെടുക്കാൻ പറഞ്ഞു. യുദ്ധത്തിൽ മുഴുവൻ ഞാൻ നിൻ്റെ സാരഥി ആയിരുന്നില്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യം നീ ഒരു കാര്യം ചെയ്യണം, നീയാണ് സാരഥി, ഞാനല്ല. അങ്ങനെ സാരഥിയായിട്ട് അർജുനൻ ഇരുന്ന് അങ്ങനെ തേരിങ്ങനെ മുമ്പോട്ട് പോയി. 7 കടലും കടന്ന് ഗ്രഹങ്ങൾ കടന്ന് അങ്ങനെ പോയി കൃഷ്ണൻ്റെ തേര്. കുറേ നേരം കഴിയുമ്പോൾ ഇരുട്ട് വന്നു തുടങ്ങി. ഇരുട്ട് വന്ന് നിറഞ്ഞു. അർജുനന് ഭയം വന്നു തുടങ്ങി. ഭയം വരുന്നുണ്ടെന്ന് പറഞ്ഞു കൃഷ്ണനോട്. ഉടനെ സുദർശനം മുമ്പിൽ. നിങ്ങൾക്ക് ഭയം വരുമ്പോൾ ഭഗവാൻ സുദർശനായിരിക്കും. നല്ല ദർശനം മുമ്പിൽ. നമ്മളെ മുമ്പിൽ ഭയം വരുന്ന എന്താ, അന്ധകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ കാഴ്ചയില്ല, അതാണ്. ആ കാഴ്ചയ്ക്ക് സുദർശനം മുമ്പിൽ വന്ന് പോകാൻ തുടങ്ങി. അർജുനൻ എൻ്റെ പിറകിൽ ആ തേര് തെളിച്ചങ്ങനെ പോയി അവരെ സാക്ഷാൽ ആ പാലാഴിയിലെത്തി, വൈകുണ്ഠത്തിലെത്തി. അവിടെ ചെന്ന് കണ്ട കാഴ്ചയോ അർജുനൻ്റെ ആ മരിച്ചുപോയ 10 കുട്ടികളും ലക്ഷ്മിയും ഭൂദേവിയും ശ്രീദേവി സമേതനായിട്ട് നിൽക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ആ അനന്ത പത്മനാഭൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ കുട്ടികളോടുകൂടി അവിടെ കളിച്ച് രസിക്കുകയാണ് കുട്ടികൾ. അർജുനന് അത്ഭുതം തോന്നി. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ എല്ലാ കഥയും അർജുനന് പറഞ്ഞത്, എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചേക്കണത്. ഭഗവാൻ ആ നരനാരായണന്മാരെ ആ അർജുനനെയും കൃഷ്ണനെയും കണ്ടു. ഈ കുട്ടികളെ മുഴുവൻ തിരിച്ചു കൊടുത്തു. ആ കുട്ടികളെ തിരിച്ച് ബ്രാഹ്മണന് അർജുനൻ വന്നു കൊണ്ടുകൊടുത്തു. ആ ബ്രാഹ്മണന് സന്തോഷമായി, അനുഗ്രഹിച്ചു. അൻപോരുന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എവിടെയാണോ ഭൂദേവി ശ്രീദേവി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവും കൃഷ്ണനും നരനാരായണന്മാരായ കൃഷ്ണനും അർജുനും ഒക്കെ ചേർന്ന് നിൽക്കുന്നത്, അവിടെ സന്താന ദുഃഖത്തിന് സ്ഥാനമില്ല ശരിക്കും. രക്ഷിക്കും നമ്മളെ. അപ്പോൾ അതിന് ഈ മുതലിയാർ മഠത്ത് ഇവിടെ 3 മഹാദേവന്മാർ തന്നെയാണ്. മഹാദേവനുണ്ട്, രുദ്രഭഗവാനുണ്ട്, മഹാവിഷ്ണുവുണ്ട്. 3 പേർക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ. ശിവരാത്രിക്ക് വളരെ ഗംഭീരമായിട്ട് മഹാദേവന് പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് വിഷ്ണു ഭഗവാന്റെ ശ്രീകോവിലിനകത്ത് ഒരേ പീഠത്തിൽ ശ്രീകൃഷ്ണസ്വാമിയും മഹാവിഷ്ണുവും ചേർന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഭാവം. അതുപോലെ 2 പ്രതിഷ്ഠയായിട്ട് 2 ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ നടയിൽ സന്താന ദുഃഖത്തിന് സ്ഥാനമേ ഇല്ല. ഒരുപാട് ഭക്തജനങ്ങൾ പല പല സങ്കടങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഞാൻ ഈ വിഷ്ണു ഭഗവാന്റെ നടയിൽ പ്രാർത്ഥിക്കാൻ പറയും അവരോട്. അങ്ങനെ പ്രാർത്ഥിച്ചവർക്കെല്ലാം ഈ സന്താന ദുഃഖത്തിന് ഒരു നിവൃത്തി. പല ഘട്ടങ്ങൾ, പല പ്രയാസം വരുന്ന ഘട്ടങ്ങൾ, ആയുർദോഷത്തിനടുത്ത് നിൽക്കുന്ന പ്രയാസങ്ങൾ, അതായത് ആയുർദോഷത്തിനടുത്ത് നിൽക്കുന്ന കഷ്ടതകൾ വരെ വന്ന അച്ഛനും അമ്മമാർക്കും ഈ നടയിൽ വന്ന് ആ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ധ്യാനിച്ചാൽ സന്താന ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാവും. അതൊരു വളരെ വിശേഷമാണ് ഈ ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ പല വിശേഷങ്ങളും ഇതുപോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കണം, നമ്മളെക്കൊണ്ട് ഭക്തി എല്ലാവരെയും അറിയിക്കാൻ പറ്റണം എന്നൊരു ആഗ്രഹം. താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ഈ കഥ എല്ലാവരിലേക്കും എത്തിക്കണം. പണ്ടുള്ള ആൾക്കാർ ഭക്തി പാടി നടക്കും. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള വഴികളുണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കാൻ എളുപ്പമാണ്. നമ്മൾ പാടണ്ട, അത് വേറൊരാൾക്ക് കൈമാറിയാൽ മാത്രം മതി. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമാവും. സന്താന ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സന്താന ദുഃഖം എന്ന് ഇവിടെ പറയുമ്പോൾ കുട്ടികളില്ലാത്തത് മാത്രമല്ല, സന്താനങ്ങൾക്കുണ്ടാവുന്ന പല പ്രയാസങ്ങളും ഈ അമ്മമാർക്ക് ഏറ്റവും സങ്കടമാണ്. അമ്മമാർക്ക് ആണ് പ്രയാസം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം വരാഞ്ഞാൽ, കുട്ടികൾക്ക് കല്യാണം നടക്കാഞ്ഞാൽ ഒക്കെ അച്ഛനും അമ്മയ്ക്കും തുല്യ സങ്കടം തന്നെയാണ്. എന്നാലും ഒരു പൊടിക്ക് അമ്മയ്ക്ക് കൂടുതൽ ഒരു പ്രയാസം ഉണ്ടാവും മകൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ള ഓരോ അമ്മമാർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ ഭഗവാനെ ദർശിച്ച് ആ സന്താന ദുഃഖങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകട്ടെ എന്ന്
ആ നാരായണമൂർത്തിയുടെ പാദത്തിൽ ഇരുന്നു കൊണ്ട്, ആ ശ്രീകൃഷ്ണസ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.